ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മീനു ചിന്താമണിയെ വിളിച്ച് ചോദിക്കും, ഞാൻ തന്ന ഉണ്ണിയപ്പം സൂരജ് സാറിന് കൊടുത്തു എന്ന് പറയുമ്പം സാറിന് ഇഷ്ടമായോ എന്ന് ചോദിക്കും. അവൾ പറയും, പിന്നെ ഇഷ്ടമായോന്നോ, എന്തൊരു ചോദ്യമാണ്, സൂരജേട്ടന് ഒരുപാട് ഇഷ്ടമായി, ഞാൻ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞോ. മീനു ചോദിക്കുമ്പോൾ അവൾ പറയും, അയ്യോ അത് മാത്രം പറയാൻ പറ്റിയില്ല, ഞാൻ ഉണ്ണിയപ്പം കൊടുത്തു കഴിഞ്ഞിട്ട് മീനു എന്ന് പറഞ്ഞതേ ഉള്ളൂ, അന്നേരം തന്നെ എന്നെ തല്ലാൻ വേണ്ടി കൈ ഓങ്ങി, മീനുവിൻ്റെ പേര് മേലെ ഈ വീട്ടിൽ പറഞ്ഞു പോരുതെന്ന് പറഞ്ഞു. സാരിയില്ല, മീനു വിഷമിക്കണ്ട, ഞാൻ പതിയെ എപ്പോഴെങ്കിലും പറഞ്ഞോളാം. അത് കേട്ട് മീനുവിന് സമാധാനമാവും. ശരി, എപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. അവൾ ഫോൺ വെച്ചിട്ട് അവിടെ തന്നെ നിൽക്കുമ്പോഴാണ് സൂരജ് അതിലെ വരും. മീനു സൂരജ് സാർ എന്ന് പറഞ്ഞ് വണ്ടിക്ക് കൈ കാണിക്കുന്നുണ്ട്. മീനു എന്താ ഇവിടെ നിന്ന് സൂരജ് ചോദിക്കുമ്പോൾ മീനു പറഞ്ഞ് സാറിൻ്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയായിരുന്നു. സൂരജ് പറയും, എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടൊന്നും ഒരു കാര്യമില്ല മീനു, നിങ്ങളുടെ ഭക്ഷണത്തിൽ മായം കലർത്തിയത് ആരാന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രമാണ്. ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴോർത്തത്, ഇന്ന് ചിന്താമണി ഉണ്ണിയപ്പം ഉണ്ടാക്കി, എന്ത് നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നറിയാം ആ ഉണ്ണിയപ്പത്തിന്. മായം ചേർക്കാത്ത ഇതുപോലത്തെ നല്ല ഭക്ഷണം ഉണ്ടാക്കി വേണം ആൾക്കാരുടെ മനസ്സിലിടാൻ പറ്റാൻ. സൂരജ് അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും മീനു വിചാരിക്കുന്നുണ്ട്, എന്താണേലും എൻ്റെ ഉണ്ണിയപ്പം സാറിന് ഇഷ്ടപ്പെട്ടു, ഇനി അത് ഞാനാണ് ഉണ്ടാക്കിയെന്ന് അറിയുമ്പോഴാണ് സാർ ശരിക്കും ഞെട്ടാൻ പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് മീനുവിൻ്റെ വീട്ടിലേക്ക് കുറച്ച് ഗുണ്ടകൾ വരുന്നതാണ്. മീനു അമ്മയും കൂടെ പുറത്തിറങ്ങി വരും, എന്താ കാര്യം എന്നൊക്കെ തിരക്കും. ആ സമയമാണ് മീനുവിന് മനസ്സിലാകുന്നത് അവള് കേറ്ററിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് പേരുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചിരുന്നു. അവർ പൈസ തിരികെ ചോദിച്ച് വന്നേക്കാണ്. 30,000, 40,000, 6,000 ഒക്കെയാണ് കൊടുക്കാനുള്ളത്. മീനു പറയുന്നുണ്ട്, എനിക്ക് സ്വല്പ സാവകാശം താ, ഞാൻ പൈസ എങ്ങനെയും തിരിച്ചു തന്നോളാത്, പക്ഷെ അവരത് സമ്മതിക്കത്തില്ല, ഇപ്പം തന്നെ വേണമെന്ന് പറയും. മീനു പിന്നെ എക്സ്ക്യൂസ് പറയുമ്പോൾ അവരത് കേൾക്കാൻ നിൽക്കത്തില്ല, അകത്ത് കയറി എല്ലാം തല്ലി പൊളിക്കാൻ പറയും. ഗുണ്ടകൾ അകത്ത് കയറാൻ തുടങ്ങുമ്പോഴത്തേക്കും മീനു വേഗം മടലെടുത്തുകൊണ്ട് വന്നിട്ട് പറയും, ഒറ്റ ഒരെണ്ണം എൻ്റെ വീടിൻ്റെ അകത്ത് കയറി പോരുത്, അകത്ത് കയറിയാ എല്ലാത്തിൻ്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും, നിങ്ങൾക്ക് വേണ്ട പണമല്ലേ, ഇപ്പം തന്നെ ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് പോവും. പാർവതിയും പുറകെ ചെല്ലുന്നുണ്ട്. പാർവതി മീനുവിനോട് ചോദിക്കും, നീ എന്തർത്ഥത്തിലാ മോളെ അവർക്ക് പൈസ കൊടുക്കാന്ന് പറഞ്ഞത്, പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നെന്ന് മീനു ചോദിക്കുമ്പോൾ പാർവതി പറയും, നമ്മളുടെ ഇപ്പം അവർക്ക് പൈസ കൊടുക്കാൻ വേണ്ടി ഒന്നും ഇല്ലല്ലോ, അവരെല്ലാവരും പണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിന്നെയും കാത്ത് പുറത്ത് നിൽക്കുക. മീനു പറയും, അവരുടെ എല്ലാം പണം ഞാൻ കൊടുത്തിരിക്കും, നീ എങ്ങനെ കൊടുക്കും മോളെ. മീനു പറയും, അതോർത്ത് അമ്മ വിഷമിക്കണ്ട, അവരെ എല്ലാം എങ്ങനെ സെറ്റിൽ ചെയ്യണമെന്ന് എനിക്കറിയാം. അവിടെ വന്നിരിക്കുന്ന ആൾക്കൂട്ടം അവരാരും പരസ്പരം ഒരു പരിചയം ഇല്ലാത്തവരാ. മീനൂസ് കിച്ചന്റെ തകർച്ച മുതലെടുക്കാൻ ഒരു പരിചയമില്ലാത്ത അവരെ എല്ലാവരെയും കൂടെ ആരോ ഒരുമിച്ച് ചേർത്തതാ. ഇതിന് പിന്നിലെ കാര്യമായി എന്തോ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൊളിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാ ഇല്ലാത്ത പണം കൊടുക്കാന്ന് ഞാൻ സമ്മതിച്ചത്. ഇല്ലാത്ത പണം നീ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും മോളെ. അവള് പറയും, എന്താണെങ്കിലും അവരുടെ എല്ലാം പണം തിരികെ കൊടുത്തല്ലേ പറ്റൂ, അത് കൊടുക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. മീനു 3 ചെക്ക് എഴുതി അവർക്ക് 3 പേർക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഇതെൻ്റെ അക്കൗണ്ടിൽ പ്രസന്റ് ചെയ്ത് നിങ്ങൾക്ക് മാറിയെടുക്കാം, ഇതിലും വലിയ ഒന്ന് എനിക്ക് ചെയ്യാനില്ല. ആ ഗുണ്ടകൾ പറയുന്നുണ്ട്, ഇങ്ങനെ വാചകം അടിക്കുന്നത് തിരിമറി ചെയ്യുന്നവരുടെ പ്രധാന സ്വഭാവമാണ്. നാരായണൻ പറയും, നിങ്ങൾ എന്തിനാ ഇനി ഇടപെടുന്നത്, കൂടുതൽ സംസാരം ഒന്നും വേണ്ട, ഇവർക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇവര് പറയട്ടെ, തൽക്കാലം ഈ ചെക്കിന്റെ ബലത്തിൽ പോവാൻ ഞങ്ങൾ തയ്യാറാ, പക്ഷെ ഇതെങ്ങാനും ബൗൺസ് ആയാൽ അയാൾ പറയുമ്പോഴത്തേക്കും പാർവതി പറയുന്നുണ്ട്, ഇല്ല അങ്ങനെയൊന്നും ആവില്ല, പണം എടുത്തോളാൻ എൻ്റെ മോള് പറഞ്ഞതല്ലേ. നാരായണൻ പറയും, ചെക്ക് ബൗൺസ് ആയാൽ അത് അന്നേരം ചിന്തിച്ചാൽ മതി, ഇപ്പം ചേട്ടന്മാര് ചെല്ല്. അവർ പോയി കഴിയുമ്പോൾ മീനു അകത്തേക്ക് കയറി വരും. അവൾ വിഷമിച്ചിരിക്കുന്നുണ്ട്. പാർവതി പറയും, എല്ലാവരുടെ മുന്നിൽ നീ എത്രത്തോളം ധൈര്യം കാണിച്ചാലും നിന്റെ മനസ്സിലെ വിഷമമൊക്കെ അമ്മയ്ക്ക് അറിയാം മോളെ. മീനു പറയും, സത്യം അമ്മ പറഞ്ഞത്, എത്ര ധൈര്യം കാണിച്ചാലും മനസ്സ് ചിലപ്പം കൈവിട്ട് പോകുന്ന പോലെ തോന്നും, ആരൊക്കെയോ ചേർന്ന് നമ്മളെ തോൽപ്പിക്കാൻ നോക്കും അമ്മയെന്നും പറഞ്ഞ് പാർവതിയെ കെട്ടിപ്പിടിച്ച് മീനു കരയുന്നുണ്ട്. ആ സമയം നാരായണൻ അങ്ങോട്ട് വരും. ഇന്ന് ഇവിടെ നടന്നതിനെല്ലാം ഗുണം കിട്ടാൻ പോകുന്നത് ആർക്കന്ന് മാത്രം ചിന്തിച്ചാൽ പോരെ, കാര്യങ്ങൾ ക്ലിയർ അല്ലേ. നമുക്ക് കൈവിട്ട് പോയ ബിസിനസ് എല്ലാം ചെന്നെത്തിയിരിക്കുന്നത് ശിവരഞ്ജിനി മേഡത്തിന്റെ സ്ഥാപനത്തിലേക്കാ. ഇത് നാരായണനോട് ആരാ പറഞ്ഞത്? അവൻ പറയും, നമ്മളെ വിട്ടുപോയ കസ്റ്റമേഴ്സിന്റെ നാവിന്ന് തന്നെ അറിഞ്ഞതാ. മീനു പറയും, ശിവരഞ്ജിനി മേഡം എല്ലാ കാര്യത്തിലും നമ്മളെ സഹായിച്ചിട്ട് മാത്രമല്ലേ ഉള്ളൂ. പാർവതി പറയും, ഇപ്പം ചെയ്തു തന്ന ഈ സഹായം എന്താണേലും കടുത്തുപോയി. മീനു പറയും, അങ്ങനെയൊന്നും കുറ്റപ്പെടുത്താൻ പറ്റില്ലമ്മേ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് തന്നെയല്ലേ സംഭവിക്കൂ. മീനൂസ് കിച്ചൺ പൂട്ടിയിരിക്കുന്നു, പകരം ആ വർക്കുകൾ ആരെങ്കിലും ചെയ്യണ്ടേ. അത്യാവശ്യം നല്ല നിലവാരത്തിൽ ഇതൊക്കെ ചെയ്യാൻ ശിവരഞ്ജിനി മേഡത്തിന്റെ സ്ഥാപനം അല്ലാതെ വേറെ ആരുണ്ട് ഈ മാർക്കറ്റില്? നാരായണൻ പറയും, അതെ, നമ്മളില്ലാതായ അവര് മാത്രമേ ഉള്ളൂ എന്ന് അവർക്കറിയാം. ഇങ്ങനെ ബിസിനസ് പിടിക്കാൻ ഇതുപോലൊരു ചീപ്പ് നമ്പർ ഇറക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നാ ഞാൻ വിചാരിക്കുന്നത്. മീനു പറയും, വെറുതെ കാട് കയറി ചിന്തിക്കണ്ട, ഈ നടന്ന കാര്യങ്ങൾക്കൊന്നും ശിവരഞ്ജിനി മേഡത്തിന് ഒരു പങ്കും ഉണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാ. ഈ ഇരിക്കുന്ന അമ്മയെപ്പോലെ തന്നെ എനിക്കറിയാവുന്ന ആളാ ആ മേഡം. പാർവതി പറയും, മീനു ഞാനൊരു ബിസിനസ്സുകാരിയൊന്നും അല്ല, എങ്കിലും എന്റെ മനസ്സിൽ തോന്നിയ കാര്യം പറയുക. അവനവന്റെ അനുഭവങ്ങൾ ചേർത്ത് വെച്ച് വേണം പാഠങ്ങൾ വായിച്ചെടുക്കാൻ. നീ തന്നെ ചിന്തിച്ചു നോക്ക്, ഇന്ന് വരെ ശിവപൂർണ്ണ കേറ്റേഴ്സുമായിട്ടുള്ള ബന്ധം നിനക്ക് നഷ്ടങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും സമ്മാനിച്ചിട്ടുണ്ടോ?
ബിസിനസ്സിലെ ബന്ധങ്ങളല്ല മീനു, അവസരങ്ങളാണ് കാര്യം. അതുകൊണ്ട് ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കരുത്, അതിന് സ്വന്തം അമ്മയാണെങ്കിൽ പോലും. മീനു അതിശയത്തോടെ അവരെ നോക്കുമ്പോൾ പാർവതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. നാരായണൻ പറയും, ഇന്നത്തെ കടമ്പകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ മീനു, നാളെ നമ്മൾ എന്ത് ചെയ്യും? ആ ചെക്കുകളെല്ലാം ബാങ്കിൽ പ്രസന്റ് ചെയ്യുമ്പോൾ മീനു പറയും, എനിക്കൊന്നും അറിയില്ല നാരായണ, എല്ലാം ഞാൻ ദൈവത്തിന് വിട്ടേക്കുക. എന്റെ വാക്കിലും പ്രവൃത്തിയിലും എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ദൈവം തന്നെ ഒരു വഴി കാണിച്ചു തരട്ടെ. നാരായണൻ ചെല്ല്, ഞാൻ അല്പനേരം ഒന്ന് ഒറ്റയ്ക്കിരിക്കട്ടെ. നാരായണൻ അവിടുന്ന് പോകുമ്പോൾ മീനു അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. അതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.